എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസിനകത്ത് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. റിക്കർസീവ് ഫങ്ഷൻസ് എന്നാണ് ഇതിന് പറയാറുള്ളത്. ഇപ്പോൾ ഒരു റിക്കർഷൻ അല്ലെങ്കിൽ റിക്കർസീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് എ ഫങ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ്സെൽഫ്. ഒരു ഫങ്ഷൻ അതിനെ തന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റിക്കർസീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ആ ടെക്നിക്കിനെ പറയുന്ന പേരാണ് റിക്കർഷൻ എന്നുള്ളത്. അപ്പോൾ ഈ റിക്കർഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ഒരു ലൂപ്പ് മാതിരിയാണ് ആക്ച്വലി അത് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഒരു ലൂപ്പിൽ നിന്ന് നമുക്ക് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കണ്ടീഷൻ വേണം അവിടെ. ആ എക്സിറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിനെ ബൗണ്ടറി കണ്ടീഷൻ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അതുപോലെ ഒരു റിക്കർഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പം രണ്ട് കാര്യങ്ങൾ മസ്റ്റാണ്. ആ പ്രോബ്ലത്തിനെ നമുക്ക് റിക്കർസീവ് വേയിൽ എഴുതാൻ സാധിക്കണം. അതേപോലെ തന്നെ അതിനൊരു ടെർമിനേറ്റിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ അല്ലെങ്കിൽ എക്സിറ്റ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം. സോ ഇതാണ് റിക്കർഷനെ പറ്റി എനിക്ക് ബേസിക്കായിട്ട് പറഞ്ഞു തരാനുള്ളത്. സോ നമ്മളിനി കാണാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. ഈ റിക്കർഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ എക്സാമ്പിൾ പ്രോഗ്രാമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ആ പ്രോബ്ലമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. സോ ആദ്യം തന്നെ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹെഡർ ഫയൽ കൊടുത്തു. അതിനുശേഷം ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇൻറ്റ്, ഞാൻ ഇതിന് ഫംഗ്ഷന് കൊടുക്കാൻ പോകുന്ന പേര് സം എന്നാണ്. ഇൻറ്റ് സം. ഇവിടെ ഒരു നമ്പർ മാത്രമേ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നുള്ളൂ. സോ ആർഗ്യുമെൻറ്റ് കൊടുത്തു, ഇൻറ്റ് എന്ന് കൊടുത്തു. വെറുതെ ഇൻറ്റെന്ന് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ മെയിൻ ഫംഗ്ഷൻ അങ്ങ് എഴുതുകയാണ്. പലപ്പോഴും നമുക്കൊരു ഡൗട്ട് വരാറുണ്ട്, ഈ ആദ്യം ഫംഗ്ഷൻ എഴുതണമോ എന്നൊരു നിർബന്ധം ഉണ്ടോ എന്നുള്ളത്. ഒരു നിർബന്ധമില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ആദ്യം മെയിൻ ഫംഗ്ഷൻ കൊടുക്കുകയാണ് ഈ ഇതിനകത്ത്. അപ്പോൾ പിന്നെ ചിലർക്ക് സംശയം തോന്നുക, എന്തുകൊണ്ട് ഇൻറ്റ് മെയിൻ കൊടുത്തു സാർ എന്നുള്ളതാണ്. വോയിഡ് മെയിൻ കൊടുത്താൽ പോരെ? അത് നമ്മുടെ ഇഷ്ടമാണ്. ഇൻറ്റ് മെയിൻ കൊടുത്താൽ റിട്ടേൺ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. റിട്ടേൺ ഒന്നും അല്ലെങ്കിൽ വെറുതെ റിട്ടേൺ 0 എന്ന് കൊടുത്താലും മതി, അത് വർക്ക് ചെയ്തോളൂ. വോയിഡ് മെയിൻ കൊടുത്താലും യാതൊരു കുഴപ്പവും ഇല്ല. സോ നമ്പർ എന്ന് പറയുന്നത് നമ്പറിനെ റെഡി ചെയ്യാനും അതിൻ്റെ ആൻസർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി റിസൾട്ട് എന്ന് പറഞ്ഞ ഒരെണ്ണം കൊടുത്തു. എന്നിട്ട് കൊടുക്കുകയാണ് പ്രിന്റ് ഓഫ് എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റീജർ. പിന്നെ റെഡി ചെയ്യാണ്. എന്നെ റെഡി ചെയ്തു. അടുത്തെന്ന് പറയുന്നത് ഞാൻ ആ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോവുകയാണ്. ആ കോൾ ചെയ്ത് എൻ്റെ ആൻസർ ഞാൻ റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഞാൻ കൊടുക്കുന്നത് റിസൾട്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് നമ്പർ. ഇതിനകത്ത് നമ്പർ എന്ന് പറയുന്നതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, സം ഓഫ് നമ്പർ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ കോള്. അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്നിട്ട് അത് ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ഓഫ് സോ ഞാൻ റിസൾട്ടിനെ പ്രിന്റ് ചെയ്തു. ഞാൻ ഇൻറ്റ് എന്ന് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. എനിക്കിവിടെ റിട്ടേൺ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ റിട്ടേൺ 0 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ എൻ്റെ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു. ഞാൻ ഇനി എൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇൻറ്റ് സം ഇൻറ്റ് എൻ. ഇവിടുത്തെ ഇൻറ്റ് എൻ എന്ന് പറയുന്നതാണ് ഫോർമൽ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഫോർമൽ പാരാമീറ്റർ. ഇതിനകത്ത് കൊടുക്കുകയാണ്. ഒരു കണ്ടീഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു ഏതൊരു റിക്കർസീവ് ഫംഗ്ഷനകത്ത്. ഇതിനകത്ത് കണ്ടീഷൻ ഇതാണ്, ഇഫ് എൻ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എൻ 0 ആകുന്നിടം വരെയാണ് ഇതിനെ കോൾ ചെയ്തുകൊണ്ടായി, അല്ലെങ്കിൽ 0 അല്ലാത്ത കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴാണോ 0 ആവുന്നത് അതാണ് ഇതിനകത്ത് എക്സിറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ. ഞാൻ കൊടുക്കും
ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ കൊടുത്തിരിക്കുന്ന റിട്ടേൺ n പ്ലസ് സം ഓഫ് n-1 എന്നാണ്. അപ്പം നിങ്ങൾ നോക്കുക, ഫംഗ്ഷൻ്റെ പേരും എന്ന് പറയുന്നത് സമ്മാണ്, കോൾ ചെയ്തിരിക്കുന്നതും സം എന്ന് പറഞ്ഞാൽ അതാണ് ആ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് എന്ന് പറയാനുള്ള കാരണം. സോ ഈ രീതിയിൽ എഴുതുന്നതിനെയാണ് റിക്കർസീവ് ഫോം എന്ന് പറയുന്നത്. സോ ഞാൻ എൻ്റെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് സേവ് ചെയ്യണം. സോ സേവ് ഓപ്ഷൻ കൊടുത്തു. ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പോകുന്നത് ഇത് സം ആയതുകൊണ്ട് തന്നെ സമ്മെന്ന് തന്നെ സേവ് ചെയ്യുകയാണ്. സോ സേവ് ചെയ്തു. ഇനി എൻ്റെ ജോലി എന്ന് പറയുന്നത് റൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ റൺ ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു അല്പം റൺ ചെയ്യാൻ പോവാണ്. സോ എൻ്റെ പ്രോഗ്രാമിനകത്ത് എററൊന്നുമില്ല. അപ്പോൾ എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാൻ പോകുന്നത് 3 ആണ്. സോ 3 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്ന 6 ആണ്. കാരണം സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 3 എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് 1 + 2 + 3 ദാറ്റ് ഈസ് 6 ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. സോ നമുക്ക് കിട്ടിയിട്ടുണ്ട് സം ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ടെർമിനേറ്റിംഗ് കണ്ടീഷനെ പറ്റിയും റിക്കർസീവ് ഫോം എഴുതുന്നതും ഒരു ഫംഗ്ഷൻ അതേ പേര് വെച്ച് തന്നെ കോൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. സോ ഇനി ആ ഫംഗ്ഷനെ എൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി തരുകയാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാം തന്നെയാണ് ഇവിടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ നമ്മൾ കൊടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കാം, ഞാൻ ഫുൾ പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടില്ല. ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിൻ ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ കോഡ് കൊടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ ഫംഗ്ഷൻ തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇവിടെ റിസൾട്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് നമ്പർ എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിരിക്കുന്നത് നമ്മൾ 3 ആണ് നമ്മുടെ എക്സാമ്പിളിൽ ആണല്ലോ. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 6 കിട്ടേണ്ടത്. ദിസ് ഇസ് ദ ആൻസർ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 3 കൊടുത്തു കഴിയുമ്പോൾ സം ഓഫ് 3 എന്നാണ് കോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനിലേക്ക് വരും. അപ്പം ഈ നമ്പറിലെ വാല്യൂ എന്ന് പറയുന്നത് എന്നിലേക്ക് സ്റ്റോർ ചെയ്യും. സോ എന്നിൻ്റെ വാല്യൂ 3 ആയി. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കും 3 നോട്ട് ഈക്വൽ ടു 0. 3 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കറക്റ്റാണ്. 3യും 0യും ചെയ്യുമില്ല. അപ്പോൾ നമുക്ക് എന്താ വരിക? റിട്ടേൺ 3 + n + സം ഓഫ് n-1 ദാറ്റ് ഈസ് 3 - 1 ഈസ് ഈക്വൽ ടു 2. റിട്ടേൺ 3 + സം ഓഫ് 2 എന്ന് വരും. സോ ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്തിരിക്കുകയാണ്. അപ്പം സം ഓഫ് 2 എന്ന് പറയുമ്പം ഇപ്പം ഇവിടുന്ന് സം ഓഫ് നമ്പർ എന്ന് പറയുന്ന കോൾ വന്നപ്പോഴത്തേക്ക് നേരെ പ്രോഗ്രാം വന്നത് ഇങ്ങോട്ടാണ്. ഇനിയും സം ഓഫ് 2 വന്നിരിക്കുകയാണ്. സം ഓഫ് 2 എന്ന് പറഞ്ഞാൽ വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരെ പ്രോഗ്രാമിൻ്റെ കൺട്രോള് വീണ്ടും ആ ഫംഗ്ഷനിലേക്ക് തന്നെ വരും. അപ്പം ഇവിടെ വരുന്ന എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഇവിടെ ഇഫ് n നോട്ട് ഈക്വൽ ടു 0, 2 ഈസ് നോട്ട് ഈക്വൽ ടു 0, 2 എന്ന് പറയുന്നത് 0യ്ക്ക് ഈക്വൽ അല്ല. അപ്പോൾ എന്ത് വരും? റിട്ടേൺ 2 + സം ഓഫ് 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സം ഓഫ് 1 എന്ന് വന്നു, വീണ്ടും കോൾ. അപ്പോൾ വീണ്ടും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. വീണ്ടും പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഇങ്ങോട്ട് വരും, അതേ ഫംഗ്ഷനിലേക്ക് തന്നെ വരും. ദാറ്റ് ഈസ് എൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പം 1 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ ശരിയാണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ എന്ത് സംഭവിക്കും? റിട്ടേൺ 1 + 1 - 1 ഈസ് ഈക്വൽ ടു 0. സം ഓഫ് 0 എന്ന് പറയും. അപ്പം ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും പ്രോഗ്രാമിൻ്റെ കൺട്രോള് ഈ ഫംഗ്ഷനിലേക്ക് തന്നെ ഒരിക്കൽ കൂടി വരും. അപ്പോൾ ഇവിടെ വരുന്ന എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി n നോട്ട് ഈക്വൽ ടു 0, അപ്പം ആ കണ്ടീഷൻ തെറ്റി അവിടെ. ഇതാണ് ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ n. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ 0 എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്? ഏത് കോളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഈ 0 എന്ന് പറയുന്ന വാല്യൂവിനെ ഇവിടുന്ന് നേരെ റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? റിട്ടേൺ 1 + 0 എന്നാണ് വരിക. ദറ്റ് ഈസ് 1 + 0 എന്ന് പറയുന്ന വാല്യൂ. ഈ വാല്യൂ എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്? ഇവിടെ നിന്നാണ് കോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്.
അപ്പം ഈ 1 + 0 എന്നുള്ളത് ഇങ്ങോട്ട് വരും. ഇനി ഇവിടെ എന്താണ് ഓൾറെഡി ഉള്ളത്? റിട്ടേൺ 2 + 1 + 0 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. റിട്ടേൺ 2 + 1 ദാറ്റ് ഈസ് റിട്ടേൺ 3 എന്ന് പറയും. അപ്പോൾ ആ 3 എന്നുള്ള വാല്യൂ എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക? ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? റിട്ടേൺ 3 + 3. ഇങ്ങോട്ട് വന്നത് എത്രയായിരുന്നു? 3 ആയിരുന്നു. അപ്പം റിട്ടേൺ 3 + 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6. ആ 6 എന്നുള്ള വാല്യൂ എങ്ങോട്ട് റിട്ടേൺ ചെയ്യും? ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ എത്രയായിരുന്നു? 6. സോ നമുക്ക് അതുവഴി 6 കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു റിക്കർസീവ് ഫംഗ്ഷൻ. ഇപ്പോൾ ഈ കേസിനകത്ത് റിക്കർസീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതും ആ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് റിക്കർഷൻ വഴി ചെയ്യാൻ പറ്റും. ആകെ നോക്കേണ്ടത് റിക്കർസീവ് വേയിൽ അതിനെ എഴുതാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കണം. സോ ഇനി ഞാൻ നിങ്ങളെ ഒരു പ്രോഗ്രാമും കൂടെ റിക്കർഷൻ്റെ വഴിയായിട്ട് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് ഒന്നും പറയുന്നില്ല, പ്രോഗ്രാം ചെയ്ത് കാണിക്കും. നിങ്ങളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മൾ കാണാൻ പോകുന്നു ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഞാൻ ആദ്യം ഹെഡർ ഫയൽ കൊടുക്കുന്നു. #include stdio.h. നമ്മുടെ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നു ഇൻറ്റ് ഫാക്ടോറിയൽ. ഇവിടെയും ഒരു നമ്പർ മാത്രമേ ഇൻപുട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ അതിൻ്റെ ടൈപ്പ് കൊടുത്താലും മതി, നിർബന്ധമില്ല ആ വേരിയബിളിൻ്റെ പേര് കൊടുക്കണം എന്നുള്ളത്. സോ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാൻ മെയിൻ ഫംഗ്ഷൻ അങ്ങ് ഡിഫൈൻ ചെയ്യുകയാണ്. void main. ഞാൻ നേരത്തെ പറഞ്ഞ റിട്ടേൺ ഉള്ളതും ഇല്ലാതെ നമ്മൾ വ്യത്യാസം ഒന്നുകൂടെ കാണിച്ചു തരുന്നു. ഇവിടെ ഞാൻ void എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. സോ void main-നകത്ത് ഞാൻ കൊടുക്കുന്നത് ഇൻറ്റ് നമ്പറിനെ റെഡി ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തിരിക്കുകയാണ്. നമ്പർ printf /n enter the number scanf നമ്പർ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഫാക്ടോറിയലിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫാക്ട് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. അവിടെ നേരത്തെ ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് മേളിൽ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യും, ഇവിടെ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാൻ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ തന്നെ കൊടുക്കുന്നു ഇൻറ്റ് ഫാക്ട് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോവാണ് ഫാക്ടോറിയൽ ഓഫ് നം എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. സോ ഫാക്ടോറിയൽ ഓഫ് നം ഫംഗ്ഷൻ കോൾ ചെയ്തു, അതിൻ്റെ റിസൾട്ട് ഫാക്ടിലോട്ട് വരും. ഇനി എനിക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. printf /n factorial of %d is equal to %d comma num comma fact. അപ്പം ഞാൻ അതിനെ പ്രിന്റ് ചെയ്യുന്നു. ഇനി എനിക്ക് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇൻറ്റ് ഫാക്ടോറിയൽ അതിൻ്റെ ഫോർമുല ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നം ആണ്. നം തന്നെ കൊടുത്തു. ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും, സാറേ അതേ പേര് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പോൾ നേരത്തെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് നം തന്നെയായിരുന്നു. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഒന്നിൽ അതേ പേര് തന്നെ കൊടുക്കാം. അതല്ലെങ്കിൽ ഇപ്പം നിങ്ങളിവിടെ ഇൻറ്റ് നമ്മിന് പകരം വേറെ ഏതെങ്കിലും കൊടുത്താലും വേരിയബിളിൻ്റെ പേര് കൊടുത്താലും ഒരു കുഴപ്പമില്ല, യാതൊരു മിസ്റ്റേക്കും വരില്ല. കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ അല്ലെങ്കിൽ എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാലും 1ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പം നമ്മൾ ആ 1 വരുന്നത് വരെ നോക്കിയാൽ മതി. 1 വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം അതിൻ്റെ ഫാക്ടോറിയൽ
1 ആയിട്ട് മാറും. അതാണ് ഇതിൻ്റെ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ. അപ്പോൾ ഇഫ് num is equal to 1, return 1 എന്ന് കൊടുത്തു. സോ അതാണ് ഇതിൻ്റെ ടെർമിനേറ്റിംഗ് കണ്ടീഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. എൽസ് fact is equal to num into factorial of num minus 1. സോ ഇതാണ് ആക്ച്വലി ഇതിനകത്തെ റിക്കർസീവ് ഫോമിൽ എഴുതാമെന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഇപ്പോൾ നമുക്ക് 3 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെന്താ എഴുതിയിരിക്കുന്നത്? നമ്പർ 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എന്താണ് നമ്പർ -1 2. ദറ്റ് ഈസ് 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. അത് തന്നെയാണ് 3 ഫാക്ടോറിയൽ. സോ ഈ ഒരു രീതിക്കാണ് പറയുക. അങ്ങനെ വന്ന് എത്ര വരും? ഇനി അടുത്ത് എന്താ വരിക? 2 ഇൻറ്റു 1 ഫാക്ടോറിയൽ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, കാരണം 1 ഫാക്ടോറിയലിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് അറിയാം, 1 അറിയാം. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. നിങ്ങൾ ചിന്തിച്ച് നോക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടെ റിട്ടേൺ ഫാക്ട്. സോ പ്രോഗ്രാം തീർത്തിരിക്കുകയാണ്. ഞാനതിനെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നത് ഫാക്ട് എന്ന് സേവ് ചെയ്യാം. എന്നിട്ട് ഞാനിതൊന്ന് റൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ പ്രോഗ്രാമിനകത്ത് മിസ്റ്റേക്ക് ഒന്നും കണ്ടില്ല. എൻ്റർ എ നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ 3 എടുക്കാം. സോ 3 കൊടുത്തു. എനിക്ക് ഫാക്ടോറിയൽ ഓഫ് 3 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. സോ ഇതൊക്കെ റിക്കർഷൻ എക്സാമ്പിൾസ് ആണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ഇതേ കണക്കിന് എഴുതാവുന്ന ഏതൊരു രീതിയിൽ വരുന്നതിനെയും നമുക്ക് റിക്കർഷനായിട്ട് പറയാൻ പറ്റും. വേറൊരു ഉദാഹരണമാണ് ഫിബൊനാച്ചി എന്ന് പറയുന്നത്. ഫിബൊനാച്ചി നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെ നമുക്കത് റിക്കർസീവ് ഫോമിൽ എഴുതാം എന്നുള്ളത് ചിന്തിക്കുക. സോ ഇങ്ങനെയുള്ള നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് റിക്കർഷനാണ്. സോ റിക്കർഷൻ്റെ 1-2 എക്സാമ്പിളും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. സോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു.